തെരഞ്ഞെടുപ്പ് പൂരം കൊടിയേറിയിട്ട് നാളുകളേറെയായി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം പിടിച്ചെടുക്കാനും കൈവിടാതിരിക്കാനും തൃശൂരിൽ ശ്രമിക്കുന്നത് മൂന്ന് മുന്നണികളാണ്. സീറ്റ് നിലനിർത്താൻ സർപ്രൈസ് സ്ഥാനാർത്ഥിയെ ഇറക്കി കോൺഗ്രസും, മണ്ഡലത്തിലെ സുപരിചിതനായ സ്ഥാനാർത്ഥിയെ നിർത്തി ഇടതുമുന്നണിയും, കാര്യമായ പ്രചാരണങ്ങൾ നടത്തി BJPയും മത്സരത്തിന്റെ മാറ്റുകൂട്ടി. തൃശൂർ, ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് തന്നെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. ഇടതുപക്ഷത്തിനോട് കൂറുപുലർത്തുന്ന മണ്ഡലം ചിലപ്പോഴൊക്കെ കോൺഗ്രസിനും അനുകൂല വിധി നൽകാറുണ്ട്. 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്കുകൾ പ്രകാരം 12,93,744 വോട്ടർമാരാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉള്ളത്. ശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂരിൽ നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 93,633 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച TN പ്രതാപനെ മാറ്റി പകരം കോൺഗ്രസിന്റെ തുറുപ്പുചീട്ട് K മുരളീധരനെയാണ് കോൺഗ്രസ് ഇത്തവണ കളത്തിൽ ഇറക്കിയിരുന്നത്. CPIയുടെ മുൻ മന്ത്രി VS സുനിൽകുമാറാണ് ഇടതിന്റെ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി. മികച്ച പ്രതിച്ഛായയുള്ള സുനിൽകുമാറിന്റെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസമാണുള്ളത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച BJP ഇത്തവണയും താരത്തെ തന്നെ കളത്തിലിറക്കി സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മത്സരിച്ച ഈ 3 പേരും മികച്ച പ്രതിച്ഛായ ഉള്ളവരാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ക്ലൈമാക്സും വേറെ ലെവലായിരിക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറെ പ്രതീക്ഷയോടെ മത്സരിച്ച മണ്ഡലമായിരുന്നു തൃശൂർ. ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി കുറെ പ്രചാരണം കൊഴുപ്പിച്ചെങ്കിലും മണ്ഡലം കോൺഗ്രസിനൊപ്പം നിന്നു. അതേസമയം മുൻ വർഷത്തെ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ നേട്ടമാണ് BJP തൃശൂരിൽ കൊയ്തത്. 2,93,822 വോട്ടുകളാണ് അന്ന് BJP നേടിയത്. 2014 BJP നേടിയതിനേക്കാൾ 1,02,681 വോട്ടുകളുടെ വർധനവ്. ഈ വർധനവിന്റെ ആത്മവിശ്വാസം BJPക്ക് 2024 തെരഞ്ഞെടുപ്പിലുമുണ്ട്. ഇതിനു പുറമെ ഒരു മാസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ തൃശൂരിലെത്തിയതോടെ മണ്ഡലം രാജ്യശ്രദ്ധ നേടുകയും ചെയ്തു. തൃശൂരിനെ കൈവിടാൻ ഒരുക്കമല്ലെന്ന് പ്രഖ്യാപിച്ച് മല്ലികാർജുൻ ഖാർഗെയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് മഹാജനസഭയെന്ന പേരിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി എത്തിയ അതേ വേദിയിൽ നിന്ന് കോൺഗ്രസും ശക്തമായി തിരിച്ചടിച്ചു. UDFന് വേണ്ടി TN പ്രതാപൻ നിൽക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പ്രതാപൻ പ്രചാരണവും ആരംഭിച്ചതാണ്. എന്നാൽ അപ്രതീക്ഷിതമായി അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിലെത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. തൃശൂരിൽ കോൺഗ്രസിന്റെ വിശ്വസ്ത സ്ഥാനാർത്ഥി K മുരളീധരനെ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ കൂറുമാറ്റം നടത്തിയ പത്മജ ഇഫക്റ്റ് തന്നെയാവണം കരുണാകരന്റെ മകൻ മുരളീധരനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ കാരണം. ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ആളുകളുടെ വോട്ടിൽ വർധനവുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. തൃശൂരിൽ മികച്ച സ്വാധീനമുള്ള ജനകീയനായ നേതാവാണ് സുനിൽകുമാർ. 2016 തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ച തൃശൂർക്കാരുടെ സ്വന്തം സുനിലേട്ടനായി മാറിയ സഖാവ്. പൂരത്തിനും പെരുന്നാളിനുമെല്ലാം VK സുനിൽകുമാർ മുന്നിലുണ്ടാകും. മത്സരരംഗത്ത് ഇതുവരെ പരാജയം അറിയാത്ത നേതാവെന്ന പ്രത്യേകതയും സുനിൽകുമാറിനുണ്ട്. തൃശൂർ ജില്ലയിലെ ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ സംഘടനാ ശക്തിയെ ചലിപ്പിക്കാൻ സുനിൽകുമാറിനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷവും. എന്തായാലും തൃശൂരിൽ നടക്കാൻ പോകുന്ന പൂരം കണ്ടു തന്നെ അറിയാം.